വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഹുക്ക്, റിയാക്റ്റിന് ഹുക്കുണ്ട്. അപ്പോൾ ആ ഹുക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ഗ്ലോബലി ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനും ആ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിനും വേണ്ടി നമ്മൾ എന്താണ് ഓരോ ഹുക്കുകൾ എഴുതി വെക്കും. അതായത് ഇപ്പോൾ ഗ്ലോബലി വരുന്ന കുറച്ച് ഹുക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ആ പേജ് ലോഡാവുമ്പോൾ തന്നെ യൂസറിൻ്റെ ഡാറ്റ എടുത്ത് നമ്മൾ ഗ്ലോബലി സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് ഏത് പേജിൽ ചെന്നാലും നമുക്ക് യൂസറിൻ്റെ ഡാറ്റ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാം നമ്മൾ സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കാൻ നിന്നാൽ എന്താണ് സെർവറിന് ലോഡ് കൂടും. അതായത് നിങ്ങൾ ഒരു ഹോം പേജ് ലോഡാവുമ്പോൾ തന്നെ യൂസറിൻ്റെ പേര്, യൂസർ ID, എല്ലാ ഡീറ്റെയിൽസും എടുത്ത് നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ പേജ് തന്നാലും അക്കൗണ്ട് പേജ് തന്നാലും പ്രൊഡക്റ്റ് പേജ് തന്നാലും എവിടെ ചെന്നാലും യൂസറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റോർ ചെയ്ത ആ വേരിയബിളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എടുത്ത് ഡിസ്പ്ലേ ചെയ്താൽ മതി. അതിന് പകരം എല്ലാ പേജിലും ചെല്ലുമ്പോഴും ബാക്ക് എൻഡിലോട്ട് റിക്വസ്റ്റ് അയച്ച് അതിൻ്റെ റെസ്പോൺസ് വന്ന് അത് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ നിന്നാൽ ഒന്നാമത് ലേറ്റൻസി ഉണ്ടാകും. അതായത് റിക്വസ്റ്റ് പോയി റെസ്പോൺസ് ഉള്ള ലേറ്റൻസി ഉണ്ടാകും. രണ്ടാമത് സെർവറിന് ലോഡ് കൂടും. ഇപ്പം 1000 പേരൊക്കെ അറ്റ് എ ടൈം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് റിക്വസ്റ്റ് അറ്റ് എ ടൈം വരികയും ആ സെർവർ കോസ്റ്റ് എന്താണ് നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. അതൊരു എക്സാമ്പിൾ കേസ്. അതുപോലെ തന്നെ ഇപ്പം ഒരു യൂസറിൻ്റെ ലാംഗ്വേജ്, ഇപ്പോൾ യൂസർ പേജിൽ ലോഗിനായി വരുന്ന സമയത്ത് തന്നെ യൂസറിൻ്റെ ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ മലയാളമാണോ എന്ന് ഗ്ലോബലി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പേജിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് ലാംഗ്വേജ് ഏതാണ് തിരിച്ചറിയേണ്ട. ആ ലാംഗ്വേജ് നമുക്ക് എന്താണ് ഗ്ലോബലി സ്റ്റോർ ചെയ്തേക്കുന്ന വേരിയബിളിൽ നിന്ന് ആ ലാംഗ്വേജ് എടുത്തങ്ങ് നോക്കിയാൽ മതി. ഇതിലിപ്പോൾ ഏത് ലാംഗ്വേജാണ് ആ ലാംഗ്വേജിലുള്ള റെസ്പോൺസ് അങ്ങ് കൊടുത്താൽ മതി. നമുക്കിനി അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവുന്നതായിരിക്കും. നിലവിൽ ആ സെറ്റപ്പ് ചെയ്യുന്നതിനായിട്ട് ആദ്യം അതിനൊരു സ്ട്രക്ചറിൽ സെറ്റപ്പ് ചെയ്യണം. നമ്മളിവിടെ വരുന്നു, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ. അതിൻ്റെ അകത്ത് ഒരു പുതിയ കോണ്ടെക്സ്റ്റ്, ഓരോ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്ലോബലി വാല്യൂ സ്റ്റോർ ചെയ്യും. നിങ്ങൾ മൈൻഡിൽ ചിന്തിക്കുകയുള്ള എല്ലാ സ്റ്റേറ്റിലും എല്ലാ കമ്പോണൻറ്റിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ നമ്മൾ ഗ്ലോബലി സ്റ്റോർ ചെയ്യുന്നു. ആ ഡാറ്റയിലോട്ട് നമുക്ക് എന്ത് മാറ്റവും വരുത്താനും പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ എന്താണ് യൂസർ കോണ്ടെക്സ്റ്റ്, യൂസറിൻ്റെ പേര് മാത്രമാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. യൂസർ കോണ്ടെക്സ്റ്റ് എന്നൊരു ഫയൽ, ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ക്രിയേറ്റ് ചെയ്ത് പോവും. കൂടെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ നമ്മൾ വിളിക്കണം. അതിനുശേഷം നമുക്ക് യൂസ് സ്റ്റേറ്റും വിളിക്കാം, വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് യൂസർ കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ ആദ്യം ഒരു വേരിയബിൾ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് യൂസർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്നാണ് ആ ഒരു മൊഡ്യൂളിനെ വിളിക്കണം, കോൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഇനി നമ്മളൊരു ഫങ്ഷൻ, ഈ കോണ്ടെക്സ്റ്റിലോട്ട് ഡാറ്റ സെറ്റപ്പ് ചെയ്യുന്നതിന് വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഫംഗ്ഷൻ നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഏത് ജാവാസ്ക്രിപ്റ്റ് ഫയലിലും നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഫംഗ്ഷൻ നമുക്ക് ഈ ഫോൾഡറിൽ നിന്ന് കോൾ ചെയ്യാൻ പറ്റും. അതായത് ഇതുപോലെ ഒരു മൊഡ്യൂൾ പോലെ ഇതൊക്കെ ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇപ്പം മുമ്പോട്ട് മനസ്സിലാവുന്നതായിരിക്കും. യൂസർ പ്രൊവൈഡർ, ഈ വേരിയബിളിൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊടുക്കാൻ കേട്ടോ, അല്ല ഞാൻ ഇതിപ്പം ആ ഒരു മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ആ രീതി കൊടുക്കുന്നത്. യൂസർ പ്രൊവൈഡർ, അപ്പോൾ യൂസർ പ്രൊവൈഡർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ചിൽഡ്രൻ, ഈ പേര് നമ്മുടെ ക്യാപിറ്റൽ C വരരുത്, സ്മാൾ C ആണ് വരാനുള്ളത്. ഓക്കെ, ഇവിടെ ചിൽഡ്രൻ എന്ന് എന്താണ്, ഞാൻ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള വാല്യൂവിനെ വിളിച്ചെടുത്തു. ഈ ചിൽഡ്രൻ്റെ അകത്തൊന്നും മാറ്റമല്ല, അവിടെ നിങ്ങൾ ആ വാല്യൂവിൻ്റെ പേര് മാറ്റരുത്. ഇവിടെയാണ് നമ്മൾ ആ വാല്യൂ, ഗ്ലോബൽ വാല്യൂ ഇവിടെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഗ്ലോബലി ഉള്ള വാല്യൂ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്,
ലൈക്ക് നൈം, അതുപോലെ തന്നെ സെറ്റ് നൈമും സെറ്റ് ചെയ്യാനുള്ളൊരു ഒരു ഫങ്ഷനും. എന്നിട്ട് ഞാൻ എവിടെ എഴുതിയാണ് യൂസ് സ്റ്റേറ്റിൻ്റെ അകത്ത് അമീൻ മുഹമ്മദ് എന്നുള്ള എൻ്റെ പേരും കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ വാല്യൂവിനെ വേറൊരു കാര്യം കൂടെ ചെയ്യാറുണ്ട്. ഇവിടെ റിട്ടേൺ കൊടുത്തിട്ട് ഞാൻ എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ എഴുതി പോകുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ ഈ യൂസ് കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ ഇവിടെ ആദ്യം കോൾ ചെയ്യണം. യൂസർ കോണ്ടാക്ട്സിനെ ഞാൻ വിളിച്ചു ഡോട്ട് പ്രൊവൈഡർ എന്നുള്ള ഇതിങ്ങനെ എന്ത് ചെയ്യണം, യൂസർ കോണ്ടാക്ട്സ് ഡോട്ട് പ്രൊവൈഡർ എന്ന് വിളിക്കണം. നമ്മളിവിടെ ഉണ്ടാക്കിയ എന്താണ് യൂസറിൻ്റെ കോണ്ടാക്ട്സ് ഇല്ല, യൂസർ കോണ്ടാക്ട്സ് പ്രൊവൈഡർ വിളിച്ചിട്ട് ഈ ചിൽഡ്രനെ എടുത്ത് എന്ത് ചെയ്യണം, അതിൻ്റെ അകത്തോട്ട് റാപ്പ് ചെയ്യണം. ചിൽഡ്രൻ ആയിട്ട് എന്തിനാണ് പാസ് ചെയ്യുന്നുള്ള ഞാനിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് യൂസർ പ്രൊവൈഡർ എന്ന് പറഞ്ഞ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ യൂസർ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനെ കൂടെ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം. യൂസർ കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ യൂസർ പ്രൊവൈഡർ യൂസർ കോണ്ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിൽഡ്രനെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് ഒരു മൊഡ്യൂളും വിളിച്ചു, യൂസ് സ്റ്റേറ്റും നമ്മൾ റിയാക്റ്റിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വേണ്ട കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ആ കോണ്ടെക്സ്റ്റിൻ്റെ ഒരു പേരിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്താണ്, നമുക്ക് എന്ത് വാല്യൂ ആണോ യൂസറിലോട്ട് ഗ്ലോബലി സ്റ്റോർ ചെയ്യേണ്ടതും അപ്ഡേറ്റ് ചെയ്യേണ്ടതും ആ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ വിളിച്ചു, ആ വാല്യൂവിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, നമ്മളിവിടെ യൂസർ കോണ്ടെക്സ്റ്റ് പ്രൊവൈഡർ എന്ന് പറയുന്ന ലൈക്ക് ഒരു കമ്പോണൻ്റ് കൊണ്ടുവന്നു. ഇനി നമ്മൾ ഈ കമ്പോണൻറ്റിൻ്റെ അകത്തോട്ട് ഗ്ലോബലി പാസ് ചെയ്യാനുള്ള ആ വാല്യൂവിനെ ഞാനിപ്പം പാസ് ചെയ്യാൻ പോവുകയാണ്. വാല്യൂ ഒരു കർലി ബ്രാക്കറ്റ്, അതിൻ്റെ അകത്ത് വീണ്ടും ഒരു കർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് നൈമ് കോമ സെറ്റ് നൈം. ഓക്കെ, ഈ രണ്ട് വാല്യൂ ഞാൻ ഗ്ലോബലി പാസ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചിൽഡ്രൻ ഉണ്ടല്ലോ, ഒരു ചിൽഡ്രൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചിൽഡ്രൻ ആയിട്ട് നമുക്ക് വരേണ്ടി ആപ്പ് JSX എന്ന് പറഞ്ഞ ഫയലിനെ ചിൽഡ്രൻ ആക്കിയാൽ മാത്രമേ ആപ്പ് JSXൻ്റെ അകത്തുള്ള കമ്പോണൻസ് ആയിട്ടുള്ള എല്ലാത്തിനും ഈ വാല്യൂ എടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ JSXൻ്റെ അകത്ത് ചെന്നിട്ട്, ഇപ്പോൾ ബ്രൗസർ റൗട്ടർ ഉണ്ട്, ഇവിടെ നമ്മളവിടെ യൂസർ പ്രൊവൈഡർ എന്ന് എഴുതിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ആ ഫംഗ്ഷനെ നമുക്കിവിടെ എടുക്കണം. ആ ഫംഗ്ഷൻ്റെ അകത്തോട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്ന, ഒരു ചൈൽഡിനെ പാസ് ചെയ്യുന്ന. ആ ചൈൽഡ് നമുക്കുള്ള ആപ്പ് JSX ഫയലാണ്. ഇവിടെ ഞാൻ യൂസർ പ്രൊവൈഡർ എടുത്തു. അപ്പോൾ യൂസർ പ്രൊവൈഡറിൻ്റെ അകത്ത് നമ്മൾ ആപ്പ് JSXനെ ചൈൽഡാക്കി മാറ്റി. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. യൂസർ പ്രൊവൈഡറിൻ്റെ അത് ചിൽഡ്രൻ ആയിട്ട് പാസ് ചെയ്യുന്നത് ആപ്പ് JSX എന്ന് പറഞ്ഞ ഫയലിനെയാണ്, ലൈക്ക് ആ ഒരു കമ്പോണൻറ്റിനെയാണ്. അപ്പം അതിനെയാണ് ഇതിലോട്ട് നമ്മൾ വിളിച്ചു കൊടുത്തത്. ഇനി ഈ നമ്മൾ പാസ് ചെയ്തേക്കുന്ന ഈ നൈമും വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനുള്ള, അപ്പോൾ പുതിയ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഈ സെറ്റ് നൈം ഫംഗ്ഷൻ വഴി അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ കമ്പോണൻസിനും എല്ലാ പേജിനും ഇനി ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് ആക്സസ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഹോം പേജിൽ തന്നെ ആദ്യം ചെല്ലാം. നമുക്കിവിടെ പേജസ് ഹോം പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹോം പേജിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം ഈ ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ എടുക്കുന്ന പോലെ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ അകത്തുള്ള വാല്യൂ നമുക്ക് നമ്മുടെ ഓരോ കമ്പോണൻറ്റിൽ ഉപയോഗിക്കുന്നതിനായിട്ട് യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇവിടെ എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഈ ഒരു യൂസർ കോണ്ടെക്സ്റ്റ് എന്നാണ് അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് യൂസർ കോണ്ടെക്സ്റ്റ് ഫ്രം ലൊക്കേഷൻ കോണ്ടെക്സ്റ്റ് / യൂസർ കോണ്ടെക്സ്റ്റ്. അത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റ്
ഒരു കർലി ബ്രാക്കറ്റ് ഇടുക. അത് കഴിഞ്ഞ് യൂസ് കോണ്ടെക്സ്റ്റ് എന്ന ആ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് ഏത് കോണ്ടെക്സ്റ്റിൽ നിന്നാണോ നമുക്ക് ഡാറ്റ എടുക്കാനുള്ള ആ കോണ്ടെക്സ്റ്റ്, നമുക്ക് എത്ര കോണ്ടെക്സ്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യാം, യൂസർ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഇവിടെ ഞാൻ വിളിച്ചു കൊടുത്തേക്കുന്നത്. യൂസർ കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന വേരിയബിളിലെ വാല്യൂ ആണ് നമുക്ക് എടുക്കാനുള്ളത്. അതായത് നമ്മളിവിടെ എന്താണ് നെയിം സെറ്റ് നെയിം എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസ് ആണ്, ലൈക്ക് രണ്ട് ഡാറ്റാസാണ് പാസ് ചെയ്തേക്കുന്നത്. ഇതിൽ നെയിം നമുക്ക് ഈ നെയിം എടുക്കുന്നതിനും സെറ്റ് നെയിം ആ നെയിം അപ്ഡേറ്റ് ചെയ്യുന്നതിനും, ഓക്കെ, അല്ലെങ്കിൽ നെയിം പുതിയത് ആഡ് ചെയ്യുന്നതിന്. നിങ്ങൾക്ക് യൂസ് സ്റ്റേറ്റ് നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പേജിൽ ഞാൻ ഹോമിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, ആ പാസ് ചെയ്ത വാല്യൂ എടുക്കുകയാണ്, നെയിം കോമ സെറ്റ് നെയിം. എന്നിട്ട് ഈ നെയിമിന് ഞാൻ ഇവിടെ എന്നിട്ടുണ്ട് H1 വെൽക്കം നെയിം എൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹോം പേജിലോട്ടൊന്ന് വരാം. യൂസ് കോണ്ടെക്സ്റ്റ് പ്രോപ്പർട്ടി നെയിം അൺഡിഫൈൻഡ്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എന്താണ്, ഞാൻ ഇവിടെ സ്മാൾ ലെറ്റർ ആണ് കൊടുത്തത്. ഇവിടെ യുവിൻ്റെ സ്ഥലത്ത് ഞാൻ സ്മാൾ യു ആണ് കൊടുത്തത്. പക്ഷേ യൂസ് കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് എന്താണ് ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയത്, നമ്മൾ എന്ത് ചെയ്യരുത്, പ്രൊവൈഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പം അതുപോലെ തന്നെ നമ്മൾ ഈ എന്താണ് ലൈക്ക് യൂസർ കോണ്ടെക്സ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിച്ചുകൂടാ, സ്മാൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൂടാ, അത് മിസ്റ്റേക്ക് വരുത്തും. ലൈക്ക് ഇവിടെ ഞാൻ എന്താണ് യൂസർ കോണ്ടെക്സ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത്. യൂസർ കോണ്ടെക്സ്റ്റ് ഇവിടെ എല്ലാം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ തന്നെ കൊടുക്കണം. ഞാൻ ഈ യൂസ് സ്റ്റേറ്റിൻ്റെ മോഡൽ ശ്രദ്ധിച്ചു പോയപ്പോഴാണ് ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. ഓക്കെ, ഇവിടെയും ക്യാപിറ്റൽ കൊടുക്കേ. ഓക്കെ, ഇവിടെ ഞാൻ വന്ന് മാറ്റം വരുത്തി, യൂസർ പ്രൊവൈഡർ ഇവിടെ രണ്ടും ക്യാപിറ്റൽ യു ആക്കി. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. ഹോം പേജിൽ യൂസർ കോണ്ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ സ്പെല്ലിട്ടാൻ ഇവിടെയും വിളിക്കാം. ഓക്കെ, ഇനി നമ്മൾ നെയിം നോക്കിക്കഴിഞ്ഞാൽ വെൽക്കം അമീൻ മുഹമ്മദ് എന്ന നെയിം നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഈ സെറ്റ് ചെയ്ത വാല്യൂ നമുക്കിനി ഗ്ലോബലി ഈ ആപ്പിൻ്റെ അകത്തുള്ള ആപ്പ് JSX എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ കമ്പോണൻറ്റിൻ്റെ അകത്തും നമുക്ക് വിളിക്കാനും മാറ്റം വരുത്താനും പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇവിടെ യൂസ് കോണ്ടെക്സ്റ്റ് കൊടുക്കാം. യൂസ് കോണ്ടെക്സ്റ്റിനകത്ത് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് യൂസർ കോണ്ടെക്സ്റ്റിന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, യൂസ് എഫക്റ്റ് വിളിച്ചിട്ട് നമ്മൾ ഈ ആപ്പ് JSX എന്ന പേജ് എന്താണ് അതായത് മെയിൻ പേജ് ലോഡാവുന്ന സമയത്ത് ഈ ഒരു യൂസ് എഫക്റ്റ് വഴി എന്താണ് നമുക്ക് എന്ത് ഒരു വാല്യൂ ചേഞ്ച് ചെയ്യാം. ഈ അമീൻ മുഹമ്മദ് മാറ്റി നമുക്ക് ഫ്യൂച്ചർ ബീറ്റ്സ് എന്നാക്കാം. ഇപ്പോൾ യൂസ് എഫക്റ്റിനെ ഞാൻ ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ കോൺസ്റ്റ് നെയിം കോമ സെറ്റ് നെയിം യൂസ് കോണ്ടെക്സ്റ്റ് വിളിച്ചു. അതിൻ്റെ അകത്തോട്ട് യൂസർ കോണ്ടെക്സ്റ്റ് ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് നെയിം ഫ്യൂച്ചർ ബീറ്റ്സ് എന്ന് ഞാൻ കൊടുത്ത്. അതായത് നമ്മൾ നെയിം വെച്ച് വാല്യൂ എടുക്കാൻ പഠിച്ച്. അപ്പോൾ പേജ് ലോഡാവും, നമ്മളിപ്പോൾ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു വാല്യൂം കൊടുത്താണല്ലോ, പേജ് ലോഡായി വരുന്ന സമയത്ത് ബാക്ക് എൻഡിലോട്ട് റിക്വസ്റ്റ്, സെർവർ സൈഡിലോട്ട് റിക്വസ്റ്റ് പോയി അവിടെ നിന്ന് യൂസറിൻ്റെ ഡാറ്റ എടുത്തുകൊണ്ട് വന്ന് എന്ത് ചെയ്യണം, ലൈക്ക് ആ കോണ്ടെക്സ്റ്റിലോട്ട് ആഡ് ചെയ്യണ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ചെറിയൊരു പ്രോഗ്രാം എഴുതി യൂസ് എഫക്റ്റ് പേജ് ലോഡാകുമ്പോൾ തന്നെ യൂസ് എഫക്റ്റ് റണ്ണാകുമ്പം ഈ സെറ്റ് നെയിമിലോട്ട് പുതിയ വാല്യൂ ആഡ് ചെയ്യും. ഓക്കെ, ഒന്ന് റീഫ്രഷ് ചെയ്യേ. ഇവിടെ ഫ്യൂച്ചർ ബീറ്റ്സിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യം അമീൻ മുഹമ്മദ് വന്ന് അപ്പം തന്നെ ഫ്യൂച്ചർ ബീസിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ ചേഞ്ച് ആകും. ഈ കോഡ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഏത് കമ്പോണൻറ്റിൻ്റെ അകത്തും നിങ്ങൾക്ക് ഇനി ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ
ബ്ലോഗ് പേജിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാം. ബ്ലോഗ് പേജിൻ്റെ അകത്തും പാരഗ്രാഫിൽ വെൽക്കം, ബാക്കി നമുക്കിന്ന് എടുക്കാം. ഇവിടെ ഞാൻ യൂസ് കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നു. യൂസ് കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് കോൺസ്റ്റ് നെയിമിനെ എടുക്കുന്നു. യൂസ് കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് യൂസർ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ആ നെയിം പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മളിവിടെ സ്ലാഷ് ഞാൻ ബ്ലോഗ് പാസ് ചെയ്യുമ്പം ബ്ലോഗിൻ്റെ വാല്യൂവും വെൽക്കം ഫ്യൂച്ചർ ബീറ്റ്സും കാണിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതേപോലെ ഈ വേരിയബിളിൽ ആ കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഉണ്ടാക്കിയേക്കുന്ന, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന വാല്യൂ നമുക്ക് ഈ കമ്പോണൻ്റിൻ്റെ അകത്ത് എവിടെയും നമുക്ക് വിളിക്കാൻ പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലായിടത്തും നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് സൂക്ഷിക്കാൻ പറ്റും. അതായത് യൂസറിൻ്റെ ലാംഗ്വേജ്, ഇപ്പോൾ കൺട്രി ബേസ് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഒരു യൂസറിൻ്റെ ലോഡായി വരുന്ന പേജിൽ യൂസറിൻ്റെ സെർവർ ചിലപ്പോൾ ഓരോ രാജ്യത്തും ഓരോരോ അവരെ ഓൺ കൺട്രിയിലായിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ സെർവർ ഇന്ത്യൻ കൺട്രിയിലായിരിക്കും, അമേരിക്കക്കാർ യൂസ് ചെയ്യുമ്പോൾ അത് അമേരിക്കൻ കൺട്രിയിലായിരിക്കും. അപ്പം എന്താണ്, ഈ യൂസർ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ തന്നെ ഈ ഇപ്പം യൂസ് കൺട്രിന്നോ അല്ലെങ്കിൽ ലൈക്ക് യൂസ് സെർവറെന്നോ എന്നൊരു കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് യൂസറിൻ്റെ രാജ്യം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ റിക്വസ്റ്റ് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, കൂടെ കൺട്രിയും കൂടെ പാസ് ചെയ്താൽ ആ കൺട്രിയിലുള്ള സെർവറിൽ പോയിട്ട് ഡാറ്റ എടുത്തുകൊണ്ട് വരും. അല്ലെങ്കിൽ യൂസർ ലോഗിൻ ആവുന്ന സമയത്ത് യൂസറിൻ്റെ ലാംഗ്വേജ് നമ്മൾ കോണ്ടെക്സ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസറിൻ്റെ ലാംഗ്വേജ് ബേസ് ചെയ്തുള്ള റെസ്പോൺസ് നമുക്ക് കൊടുക്കാൻ പറ്റും. യൂസറിൻ്റെ ലൈക്ക് ഒതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ്, അതായത് യൂസർ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഗ്ലോബലി നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന, അല്ലെങ്കിൽ ഗ്ലോബലി നമുക്ക് എപ്പോഴും എടുക്കേണ്ട വാല്യൂസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, യൂസ് കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. അതായത് ഓരോ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയും, ഓരോ സ്റ്റേറ്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള യൂസ് കോണ്ടെക്സ്റ്റിൻ്റെ കാര്യം. ലൈക്ക് നോർമലി പറഞ്ഞാൽ ഒരു വേരിയബിൾ നമ്മൾ ഗ്ലോബലി സെറ്റപ്പ് ചെയ്യുന്നു, ആ വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ നമ്മൾ പിന്നെ ഫംഗ്ഷൻ കോഡ് എഴുതുമ്പോൾ എല്ലായിടത്തും എടുക്കുന്നു, ആ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും എടുക്കാനും പറ്റുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ വെറും പാസ് ചെയ്തേക്കുന്ന ഒരു നോർമൽ സ്ട്രിങ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒബ്ജക്റ്റോ അറയോ എന്ത് വേണോ ഗ്ലോബലി സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കാനും കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മുമ്പോട്ടുള്ള ട്യൂട്ടോറിയൽസിലും മുമ്പോട്ടുള്ള പ്രോജക്റ്റിലും നമുക്കിതൊക്കെ റിയൽ വേൾഡിൽ ഉപയോഗിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ, ബൈ.